വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 9-ലെ 4th ചാപ്റ്റർ മിഡീവിയൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും സുൽത്താൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, സുൽത്താൻസ് ഇംപ്ലിമെൻറ്റഡ് സെൻട്രലൈസ്ഡ് റൂൾ എന്ന് പഠിച്ച അതിൻ്റെ ഫീച്ചേഴ്സ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇക്ത സിസ്റ്റം, മാർക്കറ്റ് റിഫോംസ്, ഇത്രയാണ് പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് ഈ പാഠത്തിൽ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുതലുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം, ശ്രദ്ധിക്കാം. അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് ബനാറസി ദാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാളൊരു ദൃക്സാക്ഷിയായൊരു സംഭവത്തിൽ കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അയാൾ ദൃക്സാക്ഷിയായത് അക്ബറിൻ്റെ മരണ സംഭവത്തോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അക്ബറിൻ്റെ മരണത്തോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് വാസ് ഓൺ എ ക്ലിയർ റെയിൻലെസ് ഡേ ഇൻ ദി മന്ത് ഓഫ് കാർത്തിക ദാറ്റ് ദ ഗ്രേറ്റ് എംപറർ അക്ബർ ഷാഹി ജലാൽ passed away. The news spread like the fire in the forest. The people felt suddenly orphaned and insecure without their sire. അതായത് കാർത്തിക മാസത്തിൽ മഴ മാറിയ ഒരു ദിനത്തിലായിരുന്നു മഹാനായ അക്ബർ ചക്രവർത്തി ആഗ്രയിൽ അന്ത്യശ്വാസം വലിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇടയനില്ലാത്ത ഒരു അനാഥരാക്കപ്പെട്ടവരായി ആ ജനത്തിന് തോന്നി. ഭീതി നാടെങ്ങും ദൃശ്യമായി. ടെറർ റേഗ്ഡ് എവ്രിവെയർ. The herds of the men trembled with dire apprehension. Their faces became drained of color. At this time, I was sitting on the threshold of my home. ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുകയായിരുന്നു. ഭീതി നാടെങ്ങും ദൃശ്യമായി. എല്ലാവരുടെയും മുഖം വിവരണമായി. ഇദ്ദേഹത്തിന് തല ചുറ്റുന്നത് പോലെ തോന്നി. It made me shake with violent, uncontrollable agitation. I reeled and losing my balance fell down the stairs in a faint. All the houses' doors were kept closed. Merchants stopped sitting at the shops. അതായത് എല്ലാവരും അവരവരുടെ വീടുകളുടെ വാതിലടച്ചു. കച്ചവടക്കാർ കടകളടച്ചു. പിന്നീടോ സ്വർണവും അതുപോലെ വിലപ്പെട്ട വസ്തുക്കളൊക്കെ അവർ കുഴിച്ചിട്ടു. Nice clothes and ornaments all were buried under the ground. People started keeping their swords ready. They started wearing coarse clothes. ആളുകൾ അവരുടെ വാളുകളെല്ലാം റെഡിയാക്കി വെച്ചു. ഉടയാടകളിൽ നിന്ന് പണക്കാരൻ ആരാണ് ദരിദ്രനാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എല്ലാവരും ദരിദ്രന്മാരെ പോലുള്ള വേഷമിട്ടിരിക്കുന്നു. എല്ലാവരുടെയും മുഖങ്ങളിൽ ഭയം ദൃശ്യമായിരുന്നു. You could not recognize the status of a person. The rich and poor looked alike. Fear was visible in all faces, but there was no need to, since the country was free from thieves and robbers. എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. പക്ഷെ ആ ഭയത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നുമൊക്കെ ആ നാട് മുക്തമായിരുന്നു. അത്തരത്തിലുള്ളൊരു ഭരണമായിരുന്നു മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്നത്. ഇനി ഈ മുഗൾ വംശം എന്ന പേര് ലഭിച്ചത് യൂറോപ്യന്മാരിൽ നിന്നാണ്. അവരാണ് ഈ മുഗൾ വംശം എന്ന പേര് കൊടുത്തത്. അതായത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്ന ആൾക്കാർ മംഗോളിയൻ ഭരണാധികാരികളായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും തിമൂറിൻ്റെയൊക്കെ പിന്മുറക്കാരായിരുന്നു. യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തിന് മുഗൾ എന്ന പേര് കൊടുത്തത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ടെന്ന് മുഗൾ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറിൽ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ വായിച്ച ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബനാറസി ദാസ്, വൺ ഓഫ് ദ ഐ വിറ്റ്നസ് ഓൺ ദി റിയാക്ഷൻ ഓഫ് ദ പീപ്പിൾ ടു ദി ഡെത്ത് ഓഫ് ദി അക്ബർ, ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് ദി മുഗൾ ഡൈനാസ്റ്റി ഹു റൂൾഡ് ഡൽഹി ആഫ്റ്റർ ദി സുൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സുൽത്താനേറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ഡൽഹി ഭരിച്ച മുഗളന്മാരിലെ ഒരു പ്രമുഖ നേതാവായിരുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രേറ്റ് എംപററായിരുന്ന അക്ബറിൻ്റെ മരണശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വിവരിച്ചത്. ദ സെക്യൂരിറ്റി പ്രൊവൈഡഡ് ബൈ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ടു ദ പീപ്പിൾ കുഡ് ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ. അപ്പം നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ വിവരണം വായിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അക്കാലത്ത് എത്രമാത്രം സുരക്ഷിതത്വം ലഭിച്ചിരുന്നു
അല്ലേ? എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അദ്ദേഹം ജനങ്ങളെല്ലാം നോക്കിയിരുന്നത് നമുക്ക് മനസ്സിലാക്കും. ഒരു അധികാരിയായാൽ അങ്ങനെ വേണം. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് യു ഹാവ് ഡിസ്കസ്ഡ് ദി മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർ ഇൻ 1526 CE. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, ബാബറിനെ കുറിച്ചിട്ട് അല്ലേ. 1556 CE ബാബർ സ്ഥാപിച്ച മുഗൾ രാജവംശത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായി ഏകീകരിക്കാനായിട്ട് മുഗൾ രാജവംശത്തിന്, മുഗൾ ഭരണത്തിന് കഴിഞ്ഞിരുന്നു. ഭരണരംഗത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊക്കെ അക്കാലത്ത് ഉണ്ടായി. അപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ആഗ്ര കോട്ട. നോക്കുക, ആഗ്ര കോട്ട, ദ ഫേമസ് ആഗ്ര കോട്ട് ആഗ്ര ഫോർട്ട് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ദി അക്ബർ. The Akbarnama, written by Abul Fasal, is one of the important sources of information on the administrative system of the Mughal period. അപ്പോൾ അക്ബർനാമ, അബുൽ ഫസൽ എഴുതിയ അക്ബർനാമ വായിക്കുമ്പോഴത്തേക്കിനും ആ കാലഘട്ടത്തിലെ അക്ബറിൻ്റെ പ്രധാനപ്പെട്ട ഭരണ കാര്യങ്ങൾ, അതായത് ഭരണവ്യവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അബുൽ ഫസലിൻ്റെ അക്ബർനാമ എന്ന് പറയുന്നത് മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ച അബുൽ ഫസൽ രചിച്ച ഒരു കൃതിയാണ് ഈ അക്ബർനാമ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കണം, 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. പേർഷ്യൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിരുന്നത്. 13 വർഷത്തെ പ്രയത്നമായിരുന്നു ഈ കൃതി, പ്രയത്നഫലമായിട്ടാണ് ഈ കൃതി ഉണ്ടായത്. നിരവധി ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഗ്രന്ഥം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മുഗൾ കാലഘട്ടത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ചിട്ട് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് അബുൽ ഫസൽ രചിച്ച അക്ബർനാമയെന്ന് നമ്മൾ പറഞ്ഞു. അത്രയും കാര്യം ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളൂ, മുൻപ് പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അബുൽ ഫസൽ അക്ബർനാമ ഓർത്തിരിക്കുക. ലെറ്റ് us എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് അവിടെ അബുൽ ഫസൽ എക്സ്പ്ലെയിനിങ് ദ അക്ബർനാമ ടു അക്ബർ, ഒരു ഇല്ലസ്ട്രേഷൻ, ചിത്രകാരൻ്റെ ഭാവനയിൽ എങ്ങനെയാണ് അബുൽ ഫസൽ അക്ബർനാമ അക്ബറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കാണുമ്പോഴത്തേക്കിനും അവരുടെ കോർട്ടിൻ്റെ അപ്പോൾ ആ ഒരു രാജസന്നിധിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്. എന്താണ്? രാജാധികാരം ദൈവദത്തമായിരുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, ദ ഇൻഫ്ലുവൻസ് ഓഫ് ടർക്കിഷ് ആൻഡ് മംഗോൾ ട്രഡീഷൻസ് എന്ന് വെച്ചാൽ തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, പവേഴ്സ് സെൻട്രലൈസ്ഡ് ഇൻ ദി കിങ്. അതാണ് പ്രധാനപ്പെട്ട, എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. പിന്നീട് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മിലിറ്ററി പവർ, സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. പിന്നീട് അസിസ്റ്റൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ, അതായത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഭരണത്തെ സഹായിച്ചിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് എക്സിസ്റ്റൻസ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണം അവിടെ നിലനിന്നിരുന്നു. ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 2 സംഭവങ്ങളുണ്ടായിരുന്നു. നോക്കുക, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഓഫീസസ് ആൻഡ് ദി റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരീഡിൽ. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ കേന്ദ്രീകൃത ഭരണം അല്ലെങ്കിൽ കേന്ദ്ര ഭരണം. വക്കീൽ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ. വസീർ ധനകാര്യമാണ് കൈകാര്യം ചെയ്തിരുന്നത്, റവന്യൂ. സദർ എന്ന് വെച്ചാൽ ജുഡീഷ്യറി ആണ് കൈകാര്യം ചെയ്തിരുന്നത്, നീതിന്യായം. പിന്നീട് മിർബക്ഷി എന്ന് വെച്ചാൽ മിർബക്ഷി കൈകാര്യം ചെയ്തിരുന്നത് മിലിറ്ററിയാണ്, സൈനിക കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ദ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആൻഡ് ദി ഓഫീസേഴ്സ് കൺസേൺ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഫസ്റ്റ് വൺ സുബഹ് എന്ന് വെച്ചാൽ സുബേദാർ, സുബ അല്ലെങ്കിൽ സുബ എന്ന് പറയുന്നത് സുബേദാർ. രണ്ടാമത്തത് സർക്കാർ, ഫൗജ്ദാർ എന്ന് വെച്ചാൽ സർക്കാർ, ഫൗജ്ദാർ. പർഗാന, ഷിക്ദാർ, ഗ്രാമം, ചൗധരി, പട്ടണം, കൊത്തുവാൾ. അത് അവരായിരുന്നു ഭരണവിഭാഗങ്ങളും അവരുടെ ചുമതല വഹിച്ചിരുന്ന
ഉദ്യോഗസ്ഥരും. സർക്കാർ, പർഗാന, ഗ്രാമം, പട്ടണം. അത് യഥാക്രമത്തിൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രാദേശിക ഭരണത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രാദേശിക ഭരണം അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ദ മുഗൾസ് പെയ്ഡ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദി കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു സുബ, സർക്കാസ് ആൻഡ് പർഗാനാസ് ആൻഡ് വില്ലേജസ്. അപ്പം പ്രാദേശിക ഭരണത്തിന് വേണ്ടിയിട്ട് മുഗൾ ചക്രവർത്തിമാർ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടി അവരുടെ രാജ്യത്തെ സുബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിനായിട്ട് നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ടായിരുന്നത്? ദ കളക്ഷൻ ഓഫ് ദി റവന്യൂ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ആർമി വെയർ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. സുബാസ് ഓഫ് അക്ബേഴ്സ് പീരീഡ്, അക്ബറിൻ്റെ പീരീഡിലുള്ള സുബകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 18 ആയിട്ട് പ്രദേശങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്ന് കാണിച്ചിരിക്കുന്നത് നോക്കുക. അതിൽ കാബുൾ, ലാഹോർ, മുൾട്ടാൻ, ഡൽഹി, ആഗ്ര, അയോധ്യ, അലഹബാദ്, അജ്മീർ, ഗുജറാത്ത്, മാൾവ, ബീഹാർ, ബംഗാൾ, പിന്നെ ഖനുദേശ്, ബെറാർ, ദെൻ അഹമ്മദ് നഗർ, ഒറീസ, കാശ്മീർ ആൻഡ് സിന്ധ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് സുബാസ് ഓഫ് ദി അക്ബർ, അക്ബറിൻ്റെ സുബകൾ ആയിരുന്നു. അത്രയും പ്രദേശത്തെ ഡിവൈഡ് ചെയ്ത് അവർ ഭരിച്ചിരുന്നു. ബാക്കി നോക്കുക, താഴെ സൗത്ത് ഇന്ത്യ ഭാഗം മാത്രമുള്ളവർക്ക് ലഭിക്കാതിരുന്നത്. ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ അറ്റൈൻഡ് സ്ട്രെങ്ത് ഡ്യൂറിങ് ദി ടൈം ഓഫ് ദി അക്ബർ. അപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് മുഗൾ സൈന്യത്തിന് അല്ലെങ്കിൽ മുഗൾ ഭരണത്തിന് ശക്തി കൂടുതൽ പ്രാപിച്ചത്. ആസ് എ റൂളർ ഹിസ് എയിം വാസ് ടു വിൻ ദി സപ്പോർട്ട് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണ നേടണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദ അക്ബർ ഫോർ ദി സെയിം ആർ ഗിവൺ ബിലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്ബർ എന്തൊക്കെയാണ് ചെയ്തത്? എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? ഒന്നാമത്തെ പോയിന്റ്, അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഓഫ് ബാദ്ഷാ എ ഹിന്ദ്, ദി എംപറർ ഓഫ് ഇന്ത്യ. ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് ബാദ്ഷാ ഈ ഹിന്ദ്, അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. രണ്ടാമതായിട്ട് അദ്ദേഹം ചെയ്തത് ടു മെയിൻറ്റെയിൻ റിലീജിയസ് ഹാർമണി ഹി ഫോർമുലേറ്റഡ് എ ന്യൂ ഫെയ്ത്ത് നെയിംഡ് ദിൻ ഇലാഹി ബൈ ഇൻകൾക്കേറ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ഓൾ റിലീജിയൻ. അടുത്ത അദ്ദേഹം ചെയ്തത് മഹത്തരമായിട്ടൊരു കാര്യമാണ്. അതായത് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദീൻ ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ മുൻപിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തുല്യരായിരുന്നു. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം. അടുത്ത പോയിന്റ്, ദി രജപുത്സ് സച്ച് ആസ് രാജ ടോഡർമാൽ, ബീർബൽ, മാൻസിംഗ് എക്സെട്ര വർ അപ്പോയിൻറ്റഡ് ആസ് ഹൈ ഒഫീഷ്യൽസ്. പിന്നീട് എന്താണ് അദ്ദേഹം ചെയ്തത്? രജപുത്രരായിരുന്ന രാജ ടോഡർമാൾ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അദ്ദേഹം നിയമിച്ചു. നെക്സ്റ്റ് പോയിന്റ്, അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് മാരീഡ് രജപുത് ലേഡീസ്. അദ്ദേഹം എന്ത് ചെയ്തു? മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും രാജ്യവിസ്തൃതിക്കും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം ചെയ്തു. ജാതിയുടെ മതത്തിൻ്റെയും ഒന്നും വേർതിരിവില്ലാതെ വിവാഹങ്ങൾ ആ വിധത്തിൽ നടത്തി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദ ആർമി വാസ് സ്ട്രെങ്തൻഡ് ബൈ ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദീൻ ഇലാഹി. എന്താണ് ദീൻ ഇലാഹി? തൗഹീദ് ഇ ഇലാഹി, അതിന് മറ്റൊരു പേര്. ടെക്സ്റ്റിലെ ചിത്രം നോക്കുക. റിലീജിയസ് ഡിസ്കോഴ്സസ് ഓഫ് അക്ബർ വിത്ത് ഡിഫറെൻറ്റ് റിലീജിയസ് സ്കോളേഴ്സ് ഇൻ ഇബാദത്ത് ഖാന ആൻഡ് ഇലിസ്ട്രേഷൻ. ഇപ്പോൾ ചിത്രകാരൻ്റെ ഭാവനയിൽ ഒരു ചിത്രം വരച്ചിരിക്കുന്നു. അതായത് അക്ബർ വിവിധ മത പണ്ഡിതന്മാരുമായിട്ട് ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ആശയവിനിമയം നടത്തുന്നു. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ചിരുത്തിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ
അറിവുകൾ പങ്കുവെക്കുന്നു അവരുടെ. Akbar wanted to maintain peace, friendship and unity among different sections of the people in his country. അദ്ദേഹം ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്ത് വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ അവർക്കൊരു ഐക്യവും സൗഹൃദവും സമാധാനവും ഒക്കെ വളർത്തിയെടുത്ത് നല്ല രീതിയിലുള്ളൊരു ജീവിതം കൊണ്ടുവരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ട് In order to have intellectual discourses, Akbar constructed the Ibadat Khana at his capital, Fatehpur Sikri. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പോയിന്റിൽ പഠിക്കാനുള്ളതാണ്. ആശയപരമായ സംവാദങ്ങൾ എന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സസ് എന്ന് വെച്ചാൽ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തുന്നതിനായിട്ട് അദ്ദേഹം തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന നിർമ്മിച്ചു. അവിടെ നടന്ന ചർച്ചകളുടെ സാരാംശം ഉൾക്കൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ഒരു ആശയ സംഹിതയാണ് ദീൻ ഇലാഹി എന്ന് പറയുന്നത്. By inculcating the essence of all these discussions, he formulated the ideology of Din Ilahi. It was a combination of ideas and principles of different religions. അപ്പോൾ ദീൻ ഇലാഹി എന്ന് പറയുമ്പോൾ എന്താണ്, വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതങ്ങളും കൂടി ഒന്നിച്ച് ചേർന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അദ്ദേഹം അങ്ങനെയാണത് കൊണ്ടുവന്നത്. ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. ഹി നെവർ കമ്പൽഡ് എനി വൺ ടു അക്സെപ്റ്റ് ഇറ്റ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. എന്താണ്? ഇതിൻ്റെ ഭാഗമാകാൻ എല്ലാവരെയും അദ്ദേഹം നിർബന്ധിച്ചിരുന്നില്ല. ഇതിൻ്റെ ഭാഗമാകുവാൻ അദ്ദേഹം എല്ലാവരെയും ഒരിക്കലും നിർബന്ധിച്ചിരുന്നില്ല. പിന്നെയോ, ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് എനി റൈറ്റ്സ്, റിലീജിയസ് ടെക്സ്റ്റ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓർ പ്രീസ്റ്റ് എക്സെപ്റ്റ് ദി ജോയിനിങ് ഫങ്ഷൻ. അപ്പോൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ആശയങ്ങൾ പങ്കുവെച്ചെന്നൊഴികെ അവിടെ പ്രത്യേകമായിട്ടുള്ള റൈറ്റ്സ് എന്ന് വെച്ചാൽ ആചാരമോ മതഗ്രന്ഥമോ ആരാധന സ്ഥലമോ പിന്നീട് പുരോഹിതന്മാരോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പണ്ഡിതന്മാർ വന്ന് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സുൽഹ് കുൽ ഓർ പീസ് ടു ഓൾ വാസ് ഇറ്റ് ബേസിക് ടെനറ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട അന്തസ്സത്ത എന്ന് പറയുന്നത് സുൽഹ് കുൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും സമാധാനം. അതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സമ്പ്രദായം. നെക്സ്റ്റ് വൺ, Mansabdari system. The base of the Mughal administration was a strong military system. Instead of military strength, the emperors needed the support of the roles of the nobles and officials for the maintenance and expansion of the empire. For this, Akbar adopted the Mansabdari system. അപ്പോൾ എന്താണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ശക്തമായ ഒരു സൈനിക സംവിധാനം മുഗൾ ഭരണത്തിൻ്റെ അടിത്തറയായിരുന്നു. ഇനി ഇത് കൂടാതെ ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചക്രവർത്തിക്ക് ഈ സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയൊരു സമ്പ്രദായമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ദ ടേം മൻസബ് ഡിനോട്ട് ദി റാങ്ക് ഓർ പൊസിഷൻ ഓഫ് ദി മുഗൾ മിലിറ്ററി ഓഫീസർ. അപ്പോൾ മൻസബ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയാണത് അർത്ഥമാക്കുന്നത്. Those who held these positions were called the Mansabdars. ഈ പൊസിഷൻ ലഭിച്ചവരെ വിളിക്കുന്ന പേര് മൻസബ്ദാർസ് എന്നായിരുന്നു. The position of the officers, their salary and military responsibilities were categorically determined through the Mansabdari system. അപ്പോൾ ഈ മൻസബ്ദാരി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്വം അതൊക്കെ ഈ മൻസബ്ദാരി എന്ന് പറഞ്ഞ അതിലൂടെയാണ് തരംതിരിച്ച് കൊണ്ടുവന്നത്. മൻസബ്ദാർമാർ നിലനിർത്തുന്ന ഒരു കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പദവി നിർണയിച്ചിരുന്നത്. The rank of the Mansabdar was determined by the number of horses and the cavalrymen he maintained. There were more than 30 ranks in the army of the Akbar, ranging from Mansabdars of 10 horses to 10,000 horses. അപ്പോൾ അവിടെ അതായത് 30-ൽ പരം പദവികളുണ്ടായിരുന്നു. അതായത് 10 മുതൽ 10,000 വരെ കുതിരകളിലുള്ള മൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്രമാത്രം വിപുലമായ ഒരു സൈനിക ശക്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഓരോ മൻസബിനും 2 ഉപപദവികൾ ഉണ്ടായിരുന്നു.
കേട്ടോ. ഈച്ച് മൻസബ് ഹാഡ് 2 സബ് ഡിവിഷൻസ് കോൾഡ് ദി സാത്ത് ആൻഡ് ദി സവർ. ദ വേർഡ് സാത്ത് മീൻസ് ഇൻഡിവിജ്വൽ. അപ്പോൾ സാത്ത് എന്ന് സവർ എന്നും അറിയപ്പെടുന്ന 2 ഉപവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സാത്ത് അല്ലെങ്കിൽ സത്ത് എന്ന വാക്കിന് വ്യക്തി എന്നാണ് അർത്ഥം. അത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും സാലറിയുമാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. സവർ ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം അതിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഉണ്ടോ. ഇറ്റ് ഫിക്സസ് ദി റാങ്ക് ആൻഡ് സാലറി ഓഫ് ദി പേഴ്സൺ ഇൻ ദ ആർമി, വൈൽ സവേഴ്സ് refers to the number of horses a mansabdar had to maintain. The next one is Jagirdari system. What is Jagirdari system? Jagirdari system was another reform introduced by the Mughal emperors to make the administration more effective. അപ്പം ഭരണ കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് മുഗൾ ചക്രവർത്തിമാർ നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കാരമാണ് ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ജാഗിർദാരി സിസ്റ്റം. ദി ജാഗിർദാരി സിസ്റ്റം വാസ് എ ഹയർ ഫോം ഓഫ് ദി ഇക്ത സിസ്റ്റം ഓഫ് ദി സുൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്ത സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിരുന്നില്ലേ, സുൽത്താനേറ്റ് പീരീഡിൽ. അതിൻ്റെ ഒരു എന്താണ് കുറച്ചും കൂടിയുള്ള ഹയർ ഫോമായിരുന്നു ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ സിസ്റ്റം വിച്ച് ഗ്രാൻഡഡ് ലാൻഡ് ഇൻ ലിയു ഓഫ് ദി സാലറി ടു ദി മൻസബ്ദാസ്. അപ്പം ഈ ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നതിലും മൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായമാണ്. ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി ജാഗിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. The land this granted was known as Jagir. The officers were provided possession right to the Jagir, possession right of the Jagir land only. Such officers were known as Jagirdas. അതായത് ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ജാഗിർദാർക്ക് കൊടുത്തിരുന്നത്. അവരെ ജാഗിർദാർമാർ എന്നാണ് വിളിച്ചിരുന്നത്. Such officers were known as Jagirdas. As in the Ikta system, the Jagirdas never lived in or ruled over the land they received. അപ്പോൾ ഇക്ത സമ്പ്രദായത്തെ പോലെ ജാഗിർ സമ്പ്രദായത്തിലും ജാഗിർദാരന്മാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണ നിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല. ജാഗിർദാരി പദവി പരമ്പരാഗതം ആയിരുന്നില്ല. The position of the Jagirdar was not hereditary. They were transferred by the king. അപ്പം ഈ പദവി എന്ന് പറയുന്നത് അവർക്ക് പരമ്പരാഗതമായിരുന്നില്ല. രാജാവ് സ്ഥലം മാറ്റി അവരെ നിയമിച്ചിരുന്നു. നിശ്ചിത ഭൂമിയുടെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന അധികാരം. Their only authority over the ascribed land was, അവർക്ക് ലഭിച്ച ലാൻഡിൻ്റെ മേൽ was the utilization of the revenue collection of this area. ആ റവന്യൂ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള അധികാരം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആസ് ഇൻ ദി ഇക്ത സിസ്റ്റം ദ ജാഗിർദാസ് നെവർ ലീവ്ഡ് ഓർ റൂൾ ഓവർ ദി ലാൻഡ് ദേ റിസീവ്. ഇക്ത സിസ്റ്റത്തിൽ പോലെ അവരവിടെ താമസിക്കുകയോ അവിടെ ഭരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവരെന്താണ് ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം. ഇക്ത സമ്പ്രദായം പോലെ തന്നെ ഏകദേശം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ചോള ഭരണമാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമ്മളിന്ന് പറഞ്ഞത് മുഗൾ രാജവംശത്തെക്കുറിച്ചും മുഗൾ രാജവംശത്തിലെ ജനങ്ങളുടെ സെക്യൂരിറ്റിയെക്കുറിച്ചിട്ടും പിന്നീട് അതിൻ്റെ മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, പ്രാദേശിക ഭരണം, കേന്ദ്രീകൃത ഭരണം, എന്താണ് ദീൻ ഇലാഹി, മൻസബ്ദാരി സിസ്റ്റം, ജാഗിർദാരി സിസ്റ്റം, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചോള ഭരണമാണ്, പിന്നീട് വിജയനഗര സാമ്രാജ്യം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മറാത്ത ഭരണവും കൂടി പഠിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.